അല്ലാഹ് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാള് ചോദിക്കുന്നത് ആ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു വിളിച്ചിട്ട് പറയും, ജിബ്രീൽ അവന് ഒന്നും കൊടുക്കരുത്, ഈ ചോദിക്കുന്നവൻ ഒന്നും കൊടുക്കരുത്. അവന്റെ വിളി എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എനിക്ക് അവന്റെ കിന്നാരം, അവന്റെ യാചന, അവന്റെ ആ ഒരു സങ്കടം, എന്നോട് അവന്റെ മനസ്സലിഞ്ഞുള്ള പ്രാർത്ഥന എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് ചോദിക്കട്ടെ, ഞാൻ പിന്നെ കൊടുത്തോളാം, അവനെ വിട്ടേക്ക്, അവനിപ്പോ ഒന്നും കൊടുക്കണ്ട. ഹദീസാണ്. നമ്മൾ കരുതുന്ന എന്താ, ഞാൻ ചോദിച്ചിട്ട് അല്ലാഹ് ഒന്നും തരുന്നില്ല. എന്നാൽ അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാൾ ചോദിക്കുമ്പോ ജിബ്രീലിനെ വിളിച്ചിട്ട് അള്ളാഹു പറയുമത്രേ അലൈഹിസ്സലാം, ജിബ്രീൽ, ആ വിളിക്കുന്നവന്റെ വിളി എനിക്ക് വല്ലാത്തൊരു അരോചകമാണ്, എന്തെങ്കിലും കൊടുത്തങ്ങ് വിട്, എന്തെങ്കിലും കൊടുത്ത് വിട്. അതുകൊണ്ടാണ് ചോദിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് കിട്ടുമ്പോ നമ്മൾ വിചാരിക്കും അവനോട് അള്ളാഹിന് വലിയ ഇഷ്ടമാണ്. നമ്മളല്ലെങ്കിലും പൊതുവെ മണ്ടന്മാരാണല്ലോ. നമ്മളല്ലെങ്കിലും പൊതുവെ മണ്ടന്മാരാണ്. നമ്മൾ വിചാരിക്കുന്നതൊക്കെ എങ്ങനെയാണ്? പള്ളിയിൽ പോയ ആദ്യം പോവും, 10 മണിക്ക് 11 മണിക്ക് പോയ ഏറ്റവും പുറകെ പോയിരിക്കും. 1:30 മണിക്ക് ജുമയ്ക്ക് വരുന്നവൻ നേരെ ഇവന്റെ പെടലി ചവിട്ടിക്കൊണ്ട് ഫ്രണ്ടിൽ പോയിരിക്കും, അല്ലേ? ഇവൻ നേരത്തെ വന്നതിന്റെ കൂലി കിട്ടിയെങ്കിലും ഫ്രണ്ട് സഫിൽ ഇരുന്നതിന്റെ കൂലിയില്ല. മറ്റവന് താമസിച്ച് വന്നതിന്റെ പെടലി ചവിട്ടി മരിച്ചതിന്റെ, ഈ ആളുകളെ ഇടങ്ങേറാക്കിയതിന്റെ ശിക്ഷ ഉണ്ടെങ്കിലും 1-ാം സഫിൽ നിന്ന് എന്റെ കൂലിയും കിട്ടുന്നു, അല്ലേ? നമ്മളെ മണ്ടന്മാരല്ലേ? നമ്മൾ ആദ്യം പോയിരിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ പടച്ചോൻ തന്നില്ലെങ്കിൽ നിർത്തരുത്. അള്ളാഹിനോട് പറയണം, വലം മക്കുംബി ദുആയിക റബ്ബി ഷഖിയ, പടച്ചോനെ എനിക്ക് നീയേ ഉള്ളൂ, നിന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്, നാളെ വരെ കിട്ടിയിട്ടുണ്ട്, എനിക്കറിയാം നീ എന്നെ പരാജയപ്പെടുത്തില്ല, നിന്നോട് ചോദിച്ചിട്ട് ഞാൻ ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല.